എൻഡോമെട്രിയോസിസും വന്ധ്യതയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ KMC ഹോസ്പിറ്റൽ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടൻ്റായ ഡോക്ടർ സിസിജ കല്ലുപ്പറമ്പനാണ്. വെൽക്കം ഡോക്ടർ. മാഡം, പീരീഡ്സിൻ്റെ സമയത്ത് പല സ്ത്രീകൾക്കും കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇത് നോർമലാണെന്നാണ് പലപ്പോഴും പല സ്ത്രീകളും കരുതുന്നത്. ഇത് നോർമലാണോ? അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്ന ഒന്നാണല്ലോ എൻഡോമെട്രിയോസിസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് എൻഡോമെട്രിയോസിസ്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പീരീഡ്സിൻ്റെ സമയത്തുള്ള വേദന ഡിസ്മെനോറിയ എന്ന് നമ്മൾ മെഡിക്കലി പറയും. ഒരു 70-80% പേർക്കും ഇതൊരു നോർമലായിട്ടുള്ള സംഗതിയാണ്. അവർക്കത് അമിതമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അതികഠിനമായ പെയിൻ, ആശുപത്രിയിൽ വന്ന് ഇഞ്ചക്ഷനോ മരുന്നോ എടുത്താൽ മാറാത്തതല്ലാത്ത പെയിനോ ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടി ഇവാലുവേറ്റ് ചെയ്യാം. ബിക്കോസ് അത് ഈ പറഞ്ഞ എൻഡോമെട്രിയോസിസ് എന്ന അസുഖത്തിൻ്റെ ഭാഗമായി വരാനുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സിംറ്റം ആകാനും സാധ്യതയുള്ള ഡിസ്മെനോറിയ ആയിരിക്കാം. അപ്പം ഈ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പെയിൻ യൂഷ്വലി അതൊരു സൈക്ലിക്കൽ പെയിനായിട്ടാണ് നമ്മളത് പറയുന്നത്. ബിക്കോസ് പീരീഡിൻ്റെ സമയത്ത് എല്ലാ തവണയും ഈ പേഷ്യൻറ്റിന് കൂടുതലായിട്ട് പെയിൻ വരിക, അത് തന്നെയും ആ പീരീഡ് വരുന്നതിന് മുന്നോടിയായി ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പെൽവിസ് അടിവയറിലോട്ട് കൂടുതൽ കൺജഷനും അത്തരത്തിൽ സിംറ്റംസും തോന്നുക എന്നൊക്കെയുള്ളത് ഈ അസുഖവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആവാനും സാധ്യതയുണ്ട്. മാഡം, നമ്മൾ ഓവറി സിസ്റ്റുകളും അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസോടെ നോക്കുമ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പം നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജിൽ പെർട്ടിക്കുലർലി എല്ലാ സിസ്റ്റുകളും അങ്ങനെ പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നായിരിക്കില്ല. അത് ചിലത് ട്രാൻസിയൻ്റ് ആയിട്ട് ഹോർമോൺസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് വന്നു പോകുന്നതോ ഹോർമോണുമായിട്ട് തീർത്തും ബന്ധമില്ലാത്ത സിമ്പിൾ സിസ്റ്റം ഉണ്ടായിരിക്കും. അത് നമുക്ക് അങ്ങനെ പീരിയോഡിക്കലി ഫോളോ അപ്പ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളതല്ല. പക്ഷേ നമ്മളിപ്പം ഒരു ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ സിംറ്റം വൈസ് അവർക്ക് കൂടുതലായിട്ടുള്ള സിംറ്റം ഉള്ളതുകൊണ്ടോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ളൊരു എൻഡോമെട്രിയോട്ടിക് സിസ്റ്റമാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അത് പേഷ്യൻറ്റിനെ നമ്മളൊന്ന് പീരിയോഡിക്കലി ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഒരു mid-20s to late 40s ഈ ഒരു അസുഖം ഈ ഒരു ഈസ്ട്രജൻ ഹോർമോണുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് അത് കൂടുതൽ പ്രോഗ്രസ് ചെയ്യാനും കൂടുതൽ സിവിയർ ആകാനും ഇത്ര വന്ധ്യതയൊക്കെ ഉള്ള ആൾക്കാരിലാണെങ്കിൽ അതൊരു മോശാവസ്ഥയിലോട്ട് പോകാനും ഏറെക്കുറെയുള്ള സാധ്യതയുള്ള അസുഖം ആയതുകൊണ്ട് തന്നെ that needs a follow up. മാഡം, അതിനോട് ബന്ധപ്പെടുത്തി ചോദിക്കാനാണെങ്കിൽ ജനിതകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരാനുള്ള ചാൻസസ് എത്രമാത്രം ഉണ്ടാവും? മേജർലി ഒരു ജനറ്റിക് കമ്പോണൻ്റ് ഉള്ള അസുഖം തന്നെയാണ് എൻഡോമെട്രിയോസിസ്. നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ഇപ്പോൾ ഇതൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരോടും നമ്മൾ പ്രധാനമായിട്ടും ചോദിക്കുന്നത് വീട്ടിൽ അമ്മയ്ക്കോ സഹോദരിമാർക്കോ ഇത്തരത്തിൽ അസുഖങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആവറേജ് ഒരു 60-70% ഇത് ഇൻഹെറിറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അതല്ലാതെ നമ്മൾ പെർട്ടിക്കുലർലി ഈ അസുഖം എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ് എന്നിതിനെ പറയുന്നത് ഇത് സിസ്റ്റ് പോലെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു ചോക്ലേറ്റ് മെറ്റീരിയൽ ഒരു അതർവൈസ് കൺവേർട്ടഡ് ബ്ലഡാണ്. ബ്ലഡ് അതിൽ അക്യുമുലേറ്റ് ചെയ്യുകയും ടിഷ്യൂസിൽ അത് വേറിട്ട് മാറിക്കഴിഞ്ഞ് ഒരു ചോക്ലേറ്റ് ലൈക്ക് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മളൊരു സർജറി ഫൈൻഡിങ് ആയിട്ട് ഇത് കാണുന്നത്. ഈ വ്യത്യാസം വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കളക്ട് ചെയ്യുന്നത് ഈ ഒരു അബ്നോർമൽ അല്ലെങ്കിൽ ഒരു കൺവേർട്ടഡ് ബ്ലഡായിട്ട് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ കളക്ഷൻ സാധ്യതയുള്ള ആൾക്കാരിൽ യൂട്രസിലോ അല്ലെ അനുബന്ധമായിട്ടുള്ള സ്ട്രക്ചേഴ്സിലോ എന്തെങ്കിലും കൺജെനിറ്റൽ ആയിട്ടുള്ള ഡിഫോമിറ്റീസ് ഒക്കെയുള്ള ആൾക്കാരിലും എൻഡോമെട്രിയോസിസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് ഇത്തരത്തിൽ കളക്റ്റഡ് ആകാം. എൻഡോമെട്രിയോസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ് കട്ടിയായ എൻഡോമെട്രിയം അത് നോർമലായി കാണേണ്ട സ്ഥലത്ത്, അതായത് ഈ ഇന്നർ ലൈനിങ്ങായി കാണേണ്ടിയിടത്തല്ലാതെ മറ്റ് ഓർഗൻസിൽ യൂട്രസിൻ്റെ മസിൽ ഭിത്തിക്കുള്ളിലോ അല്ലെങ്കിൽ ട്യൂബ് ഓവറി ആയിട്ട് ബന്ധപ്പെട്ടോ വളരെ റെയറായിട്ട് ഇത് നമുക്ക് ചെസ്റ്റ് ഇഷ്യൂസ് അതുപോലെ ലങ്സ് പ്ലൂറ ഇതിലുമൊക്കെ അസോസിയേറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ ഇത് സൈക്ലിക്കലായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാക്കും. ആ പേഷ്യൻറ്റിന് മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഈ അസുഖം ഉണ്ടാക്കുന്നത്. മാഡം, എൻഡോമെട്രിയോസിസ് ഡയഗ്നോസ് ചെയ്ത ഒരാൾക്ക് വന്ധ്യതയ്ക്കുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വന്ധ്യത എന്ന് നമ്മൾ പറയുന്നത് തന്നെ ആവറേജ് ഒരു 1 year ആയിട്ട്
ആ ഒരു കപ്പിള് റെഗുലറായിട്ട് ട്രൈ ചെയ്യുകയും അവർ ഒരുമിച്ച് നിൽക്കുകയും എന്നിട്ട് പ്രഗ്നൻസി ആയിട്ടില്ലെങ്കിലാണ് അത് വന്ധ്യത എന്ന് തന്നെ ഡിഫൈൻഡ് ആകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആവറേജ് ഒരു 80% ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരും ആ ഒരു എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ അവർ കൺസീവ് ചെയ്യാം. നാച്ചുറലി തന്നെ വലിയ ഇഷ്യൂസ് ഇല്ലാത്ത ആൾക്കാർ പ്രഗ്നൻസിയിലോട്ട് പോവാം. അതല്ലാത്തവരാണ് അത് കഴിഞ്ഞിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ബട്ട് ഈ എൻഡോമെട്രിയോസിസ് പല സ്റ്റേജിലുള്ള ആൾക്കാരിൽ, അതൊരു മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ ഇവർക്ക് ഈ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതയും ആവറേജ് ഒരു 60 to 40% കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രഗ്നൻസി ആവാനുള്ള ടൈം ദീർഘിപ്പിക്കാതെ അത് ഇവാലുവേറ്റ് ചെയ്ത് മറ്റ് ഫാക്ടേഴ്സും അതുപോലെ ഈ അസുഖത്തിൻ്റെ സ്റ്റേജ് എന്താണ്, എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കുന്നത് അവരുടെ പ്രഗ്നൻസി ഒത്തിരി ഡിലേഡ് ആവാതെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് സ്ത്രീകളുടെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ഒരു ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറയും എന്നതുപോലെ തന്നെ ഈ ഒരു അസുഖം അതിൻ്റെ കൂടുതൽ സിവിയറിറ്റിയും പ്രോഗ്രഷനും ഉണ്ടാവും. അപ്പോൾ അസുഖം വളരുന്നതിനുള്ള ടൈം കൊടുക്കുന്നതിന് മുന്നേ ഒരു ഫെർട്ടിലിറ്റി പ്ലാൻ ആക്കി വെക്കുന്നതാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ലത്. മാഡം, ഈ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഡയഗ്നോസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ സർജറിയുടെ ആവശ്യകതയുണ്ടോ? ഇപ്പം നമ്മൾ ഈ നമ്മുടെ ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഈ ഒരു കളക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റിൻ്റെ വലിപ്പം, അതിൻ്റെ എക്സ്റ്റൻഷൻ, അത് എത്രത്തോളം യൂട്രസിനെയും ഓവറിനെയും അതുപോലെ തന്നെ ട്യൂബിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചേർത്തിട്ടാണ്. അത് ദീർഘനാളായിട്ട് നിൽക്കുന്നതോ സിംറ്റമാറ്റിക്കോ മറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഫലം ആയിട്ടില്ലെങ്കിലോ ഒക്കെ നമ്മളത് കൂടുതൽ ദീർഘിപ്പിക്കുന്നത് വീണ്ടും അസുഖത്തിനെ മോശാവസ്ഥയിൽ എത്തിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ട്യൂബിലും വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഭാവിയിലോട്ട് IVF ചെയ്യാനായിരിക്കും അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വലിയ സൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റുകൾ നമ്മൾ സർജിക്കലി അത് മിനിമൈസ് ചെയ്യുക, അത് കുറച്ചു കൊണ്ടുവരിക, സർജിക്കലി മാക്സിമലി ഡിസീസ് ക്ലിയർ ചെയ്യുക, എന്നിട്ട് ഒത്തിരി താമസമില്ലാതെ ഇവർ IVF ട്രീറ്റ്മെൻറ്റിലോട്ട് പോയി പരമാവധി എഗ് ടു എംബ്രിയോ കൺവേർഷൻ ആക്കി വയ്ക്കുക, എംബ്രിയോസ് ഫ്രീസ് ചെയ്ത് വെക്കുക, എന്നിട്ടുള്ളൊരു പ്രഗ്നൻസി പ്ലാൻ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇവർക്ക് അഡ്വൈസ് ചെയ്യുന്നത്. എൻഡോമെട്രിയോസിസ് ഡയഗ്നോസ് ചെയ്തൊരു വ്യക്തി ഒരു പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടോ? ഇൻഫാക്റ്റ് നേരത്തെ ഡയഗ്നോസ്ഡ് ആയി ബട്ട് പിന്നീട് പ്രഗ്നൻസി അറ്റൈൻ ചെയ്ത ഒരാൾക്ക് എൻഡോമെട്രിയോസിസ് എന്നുള്ള അസുഖത്തിൻ്റെ തീവ്രത കുറയുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. കാരണം പ്രഗ്നൻസിയുടെ സമയത്ത് കിട്ടുന്ന ആ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഇമ്പാക്റ്റ്, പിന്നെ ഈ കുട്ടി ലാക്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ അസുഖത്തിൻ്റെ കാഠിന്യം കുറച്ചുകൂടി കുറയുകയും ചിലപ്പോൾ ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഫസ്റ്റ് പ്രഗ്നൻസി ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്ഡ് എൻഡോമെട്രിയോസിസ് പേഷ്യൻറ്റിന് പോലും അടുത്ത പ്രഗ്നൻസി വളരെ സുഖമായി അവർക്ക്, പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ട് പോലും ഇല്ലാതെയോ പ്ലാനിങ് പോലും ഇല്ലാതെയോ അവർക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഈ ഒരു അസുഖത്തിനെ ഈ പ്രഗ്നൻസി നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഫാക്ടർ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അമ്മയുടെ ഞാൻ തുടക്കത്തിൽ സംസാരിച്ചല്ലോ, പീരീഡ്സിൻ്റെ സമയത്ത് അതികഠിനമായ വേദന വരുന്നത് പലപ്പോഴും ഇത് എൻഡോമെട്രിയോസിസ് ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പം ഈ പീരീഡ്സിൻ്റെ സമയത്ത് വേദന ഉണ്ടാകുന്നതല്ലാതെ വേറെന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇതിനുള്ളത്? പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന അതികഠിനമായ വേദന, അതുപോലെ തന്നെ ആ സമയത്തുള്ള ബ്ലീഡിങ് അമിതമായിട്ട് വരിക, കൂടുതൽ ക്ലോത്ത്സ് ആയിട്ടൊക്കെ പാസ് ചെയ്യുക, പിന്നെ സെക്ഷുവൽ കോണ്ടാക്റ്റിൻ്റെ സമയത്തുണ്ടാകുന്ന പെയിൻ, പിന്നെ മറ്റ് ഓർഗൻസിനെ ഇപ്പം യൂറിനറി ബ്ലാഡർ, ബവൽ ഒക്കെ അഫക്റ്റഡ് ആയിരിക്കുന്ന പോലെ അത്തരത്തിലുള്ള ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസും ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള ആൾക്ക് ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ രക്തത്തിൻ്റെ അളവ് കണ്ടെന്ന് വരാം. അതുപോലെ തന്നെ ബവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം. ഇപ്പോൾ വളരെ റെയറായിട്ട് നമ്മൾ തൊറാസിക് സിംറ്റംസ് പറഞ്ഞിരുന്നല്ലോ, അതായത് ഇത്തരത്തിൽ ഒരു ലങ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു അസുഖമാണെങ്കിൽ ഇവർക്ക് അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോഴും ഒക്കെയും രക്തത്തിൻ്റെ അംശം കാണാൻ വരെയുള്ള വളരെ റെയർ ചാൻസസ് ഒക്കെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ, എൻഡോമെട്രിയോസിസ് ഡയഗ്നോസ് ചെയ്ത പേഷ്യൻസ് പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിലേക്ക് അടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഈ അസുഖത്തിൻ്റെ തീവ്രതയും പിന്നെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട്
പ്രീവിയസ്ലി ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു എൻഡോമെട്രിയോട്ടിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഇവർക്ക് ഈ മെനോപോസ് കുറച്ചുകൂടി നേരത്തെ ആവാം. ഇപ്പോൾ ഒരു ആവറേജ് ഇന്ത്യൻ സ്ത്രീക്ക് നമ്മൾ ഒരു മെനോപോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അറൗണ്ട് ഏജ് ഓഫ് 51 ആണ്. പക്ഷേ ഇതിന് മുന്നേ ഒരു 5 to 8 ഇയേഴ്സിന് മുന്നേ തന്നെ അവർക്ക് നേരത്തെ മെനോപോസ് എത്താം. അപ്പോൾ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഹാർട്ട്, ബോൺ ഹെൽത്തിനെയൊക്കെ ആയിരിക്കാം അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവ് വരാതെ ഇരിക്കാൻ വേണ്ടി ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ പ്രധാനമായിട്ടും ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ ചേർത്തുള്ള ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ഇത്തരക്കാരിൽ കൊടുക്കുന്നത്. അങ്ങനെ ഇത് തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഹാർട്ട് റിലേറ്റഡോ അല്ലെങ്കിൽ ചെറിയ വീഴ്ചകളിൽ പോലും പെട്ടെന്ന് ഫ്രാക്ചർ വരുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു ബോൺ ഇഷ്യൂസോ ഒക്കെയും ഒരു പരിധിവരെ നിയന്ത്രിച്ച് വയ്ക്കാം. സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു അസുഖത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ കുറേ അധികം ഡൗട്ടുകൾ മാഡം ക്ലിയർ ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച് മാം.